പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്ത് ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ ഓൺലൈൻ ടാക്സി സമരം. അല്ലാതെ ബുദ്ധിമുട്ടും. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാലും വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാലും നിങ്ങൾ അവിടെ നിന്നുള്ള ടാക്സികളൊക്കെ വിളിച്ചുകൊണ്ട് പോവേണ്ടി വരും. ഓൺലൈൻ ടാക്സി പലയിടത്തും ഓടുന്നില്ല. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി സമരം തുടരുകയാണ്. നിരക്ക് പരിഷ്കരണം അടക്കം 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഡ്രൈവർമാർ ഓഫ്ലൈനിലേക്ക് മാറി സമരം തുടങ്ങിയതോടെ ടാക്സി സേവന ലഭ്യത പരിമിതമായി. സർക്കാർ ഇടപെടണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. കടുത്ത തൊഴിൽ ചൂഷണമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ടാക്സി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ വേതനവും സേവനവും എല്ലാം നിജപ്പെടുത്തുന്നതിനും ക്രമപ്പെടുത്തുന്നതിനും ഒക്കെ ആയിട്ടുള്ള നിയമനിർമ്മാണം അനിവാര്യമാണ്. മാനേജ്മെൻറ്റുകൾക്ക് മുന്നിൽ ഞങ്ങൾ വെച്ചിട്ടുള്ളത് വേതനം പരിഷ്കരിക്കണം എന്ന ആവശ്യമാണ്. നിരവധി ആവശ്യങ്ങളുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന അതാണ്. എന്നാൽ മാനേജ്മെൻറ്റുകൾ അതിന് സന്നദ്ധമല്ല. അതുകൊണ്ട് സർക്കാർ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തണം. അടിയന്തിരമായി ഒരു ചർച്ച ഇക്കാര്യത്തിൽ തൊഴിലാളി സംഘടനകളുമായും സമരരംഗത്തുള്ള തൊഴിലാളികളുമായിട്ടും മാനേജ്മെൻറ്റായി നടത്തിക്കൊണ്ട് ഈ രംഗത്ത് സൗഹൃദമായൊരു അന്തരീക്ഷം ഉണ്ടാവണം. ഉപഭോക്താവിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കണമെന്നല്ല തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്, മറിച്ച് മാനേജ്മെൻറ്റുകൾ തൊഴിലാളികളോട് ന്യായമായ കൂലി നൽകാൻ തയ്യാറാകുന്ന ഒരു തൊഴിൽ സംസ്കാരം കൊണ്ടുവരണം. അതിന് ഗവൺമെൻറ് ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, എന്തായാലും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ അവർ പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ വസ്തുതയുണ്ട്. അത്രമേൽ വലിയ ചൂഷണമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. പക്ഷേ ഈ ടാക്സികളെല്ലാവരും കൂട്ടത്തോടെ ഓഫ്ലൈനിലേക്ക് മാറിയപ്പോൾ നമ്മളെപ്പോലുള്ള യാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. യാത്രക്കാർ വല്ലാതെ ദുരിതത്തിലാവുന്നുണ്ട് അല്ലേ? സ്റ്റേഷനിൽ കിടക്കുന്ന കാറിലൊക്കെ പോവേണ്ടി വരും, മറ്റ് ഓട്ടോറിക്ഷകളിൽ സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണോ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഞാൻ അല്പസമയം മുൻപ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്കുമ്പോൾ സാധാരണ നിരക്കിനേക്കാൾ ഇരട്ടി ചാർജൊക്കെ പലയിടത്തും ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സർവീസുകളുടെ ലഭ്യത വളരെ കുറവാണ്. കുറഞ്ഞ ഡ്രൈവർമാർ മാത്രമാണ് ഓൺലൈനായി ലഭ്യമുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഓഫ്ലൈനിലാണ്. അവരുടെ സമരം തുടരുകയാണ്. അപ്പോൾ ക്യാബുകളുടെ എണ്ണം വളരെ കുറയുന്നു. അതനുസരിച്ച് ഡിമാൻഡ് കൂടുന്നു, നിരക്കിന്റെ എണ്ണം വർദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വലയുന്നു. പലപ്പോഴും ബുക്ക് ചെയ്യുന്നത് ലഭ്യമാവില്ല, ലഭ്യമായാൽ തന്നെ വലിയ ചാർജ്. ഇതാണ് ഒരു പ്രതിസന്ധി. അപ്പോൾ ഇതിൽ ഈ സമരം തുടരുന്നു. സമരസമിതി ഏതാണ്ട് 33ഓളം വിവിധ സംഘടനകളുണ്ട്, ട്രേഡ് യൂണിയനുകളുണ്ട്. അതോടൊപ്പം വിവിധ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളൊക്കെ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൂടാതെ സ്വതന്ത്ര കൂട്ടായ്മകളും ഉണ്ട്. അവർ പറയുന്ന ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടലിൽ ഒരു ചർച്ച വേണം. ഈ കമ്പനികൾക്കെതിരെയാണ് തങ്ങൾ സമരം നടത്തുന്നത്. നേരത്തെ ഇവർ പ്രതിഷേധിച്ചപ്പോൾ ഒരു വർധന, അവർക്ക് ലഭ്യമാകുന്ന നിരക്കുകൾ ഒരു വർധനവ് നൽകിയിരുന്നു. അത് ഉപയോഗിക്കുന്ന കസ്റ്റമർമാരിൽ നിന്ന് ഈടാക്കണമെന്നല്ല അവർ പറയുന്നത്. പകരം പലപ്പോഴും കൊള്ള ലാഭം കമ്പനികൾ എടുക്കുന്നു എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. നേരത്തെ പ്രതിഷേധിച്ചപ്പോൾ അവരുടെ കുറച്ച് തുക വർദ്ധിപ്പിച്ചു നൽകി. അത് പിന്നാലെ അതിൽ നിന്ന് കമ്പനികൾ പിന്മാറി എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ ഈ നിരക്ക്, മിനിമം നിരക്ക് ശാസ്ത്രീയമായി നിശ്ചയിക്കണം. അനാവശ്യമായ ചാർജുകൾ, കമ്മീഷൻ എന്നിവ ഒഴിവാക്കി ശാസ്ത്രീയമായി നിരക്ക് നിശ്ചയിച്ചാൽ അത് തന്നെ ഒരു നീതിയായി മാറും. ഒപ്പം ഈ ക്ഷേമ കാര്യങ്ങൾ കൂടി ഉറപ്പാക്കണം. അങ്ങനെ ഈ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്ത് ഓടുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ മെച്ചം ലഭിക്കും വിധമുള്ള ഒരു പാക്കേജ് ഉണ്ടാകണം എന്നാണ് അവരുടെ ആവശ്യം. അതിന്മേൽ ചർച്ചകൾക്ക് തയ്യാറായാലാണ് ഇനിയൊരു സ്കോപ്പ് എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി എന്നീ ആപ്ലിക്കേഷനുകൾക്കെതിരെയാണ്, ആ കമ്പനികൾക്കെതിരെയാണ് സമരം. അപ്പോൾ വലിയ അനീതി ഇക്കാര്യത്തിൽ നടക്കുന്നു. നേരത്തെ സമരം നടത്തി പ്രതിഷേധിച്ചു. ആ ഘട്ടത്തിൽ നൽകിയ വാഗ്ദാനം കുറച്ചു കാലം പാലിച്ചു. പിന്നീട് അതിൽ നിന്നും അവർ പിന്നോട്ട് പോകുന്നു എന്നതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അനിശ്ചിതകാല സമരമാണ് പ്രഖ്യാപിച്ചത്. ഏതെങ്കിലും നിലയ്ക്ക് കമ്പനികൾ ചർച്ചയ്ക്ക് തയ്യാറാവുക, അല്ലെങ്കിൽ സർക്കാരുകൾ, തൊഴിൽ വകുപ്പ് തന്നെ ചർച്ചയ്ക്ക് വിളിച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, ഒരു സാധ്യത ഉണ്ടാക്കുക. ഇതാണ് ഇതിലെ ഒരു പോംവഴി. ഇപ്പോഴത്തെ ഒരു കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ തോതിൽ സമരം ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഓൺലൈൻ സേവനം കാര്യമായുള്ളത്. അവിടങ്ങളിലാണ് ഈ സമരം ബാധിക്കുന്നത്. അതിൽ തന്നെ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരം ഓൺലൈൻ ക്യാബ് സർവീസുകളെ ആശ്രയിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഉണ്ട് എന്നത് കാണാതിരുന്നുകൂടാ. അതിനിടെയാണ് ഈ നിരക്ക് ഇരട്ടിയാവുകയും സർവീസ് ലഭ്യതയിലെ പ്രശ്നവും ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു രേഖാമൂലമുള്ള ഉറപ്പ് ലഭ്യമാകാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നാണ്. ഇന്ന് വൈകിട്ട് ഈ സമരസമിതിയുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും കൂടി, ഒരു പ്രാഥമിക കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് തീരും എന്ന് പ്രത്യാശിക്കാം. പക്ഷേ അനിശ്ചിതകാല സമരമാണ്, നീതി വേണം എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. തീർച്ചയായിട്ടും നീതി വേണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സജോ. അതാ തൊഴിലാളികൾ പറയുന്നത് വളരെ കറക്റ്റാണ്. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ എഴുതുന്നു, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കാര്യത്തിൽ കരുണയല്ല വേണ്ടത്, നീതിയാണ്. 4 വർഷമായി ചാർജ് വർധനയില്ല, പക്ഷേ പിഴകളും നിയന്ത്രണങ്ങളും മാത്രം. ഓട്ടോ ചാർജ് ഉടൻ വർദ്ധിപ്പിക്കണം, ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംരക്ഷിക്കണം എന്ന് ഒരു ഓട്ടോ ചേട്ടൻ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അരുൺ സാറേ, എന്താണെങ്കിലും
മോദിയെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നു. PMCയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെന്ന് തോന്നുന്നു. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് മേലിൽ ഒരു ലേബൽ ഒട്ടിച്ചു വയ്ക്കുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതാരീതാലും ഇത് X or Y.